കോക്കിന്റെ റിവ്യൂ കണ്ടിട്ടോ സിനിമ കാണുന്നതോ എന്റെ ഒപ്പീനിയൻ മാറ്റി പറയുന്നതോ ഒരായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല ഞാൻ. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇന്നവന്റെ അന്ത്യമാണ്, വിളിക്കവനെ. The worst film ever made by Lijo Jose Pellicceri. താൻ എന്തുവാടോ ഈ പറയുന്നേ? മലൈക്കോട്ടെ വാലിബൻ. മലൈക്കോട്ടെ വാലിബൻ. മലൈക്കോട്ടെ വാലിബൻ. മലൈക്കോട്ടെ വാലിബൻ. സിനിമയുടെ പോസിറ്റീവ്സിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. എനിക്ക് ഈ പടം ആസ് എൻ LJP മൂവി കംപ്ലീറ്റ്ലി എന്നെ സാറ്റിസ്ഫൈ ചെയ്തൊരു പടമാണ്. ഓക്കെ, ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ മലയാളത്തിൽ കാണാത്ത ഒരു സംഭവമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. The guarantee is that it is a different movie. ഞാൻ ഇതൊക്കെ എടുത്ത് എന്തുകൊണ്ട് പറയുന്നത്, the way they have made this movie is outstanding. ആ ഒരു ടീം എഫേർട്ട് നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ഒരു ലക്കിനും ലഗാനില്ലാത്ത എന്തുവാ പടച്ച് വെച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോയി. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. വല്ലാത്തൊരു കൂതറ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും വൈരാഗ്യത്തോടുകൂടി നമ്മള് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടമല്ല. ലിജോ ജോസ് പാലശ്ശേരിയുടെ സിനിമേന്റെ കാണാൻ പോകുന്ന പ്രേക്ഷകന്റെ ഗ്യാരണ്ടി എന്താ? മുമ്പുണ്ടാക്കിയ സിനിമ മാതിരി ആയിരിക്കില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് അതിന്റെ മേക്കിംഗ്. ചിറ്റി വെച്ച് മറ്റേ തലയോട്ടി അടിച്ചു തകർക്കണ ഹീറോ അല്ല നമുക്ക് വേണ്ടത്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഒരു ഹോളിവുഡ് ലെവലിലേക്ക് മോഹൻലാൽ മാറേണ്ടതുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ് വാലിബൻ എന്ന് മനസ്സിലാക്കാൻ മലയാളികൾ കുറച്ച് സമയം എടുക്കുന്നതാണോ ഇവിടുത്തെ പ്രശ്നം? ഒരു ആറാം തമ്പുരാനിലെയോ അല്ലെങ്കിൽ ഒരു ലൂസിഫറിലെയോ ലാല് എന്നുള്ള നിലയിലേക്ക് ഇഷ്ടം പരിമിതപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിരാശയാണ് ഇങ്ങനെയുള്ള പ്രതികരണത്തിലേക്ക് ഇടവരുത്തുന്നത്. എനിക്ക് തോന്നി ചിലർക്ക് സിനിമ ദഹിച്ചില്ല എന്ന് കരുതി മറ്റുള്ളവരോട് സിനിമ കാണരുത് എന്ന് ആഹ്വാനം ഒരു നല്ല പ്രേക്ഷകർ ചേർന്നതല്ല. നിങ്ങൾ ലിജോയുടെ സിനിമ കാണാൻ പോവുക, അല്ലാതെ ലൂസിഫറോ പുലിമുരുകനോ കാണാൻ വേണ്ടി പോയാൽ നിങ്ങൾക്ക് നിരാശയാകും. LJP എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സിനിമകളുടെ അകത്തിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ മൂവി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ വിശ്വാസമായല്ലോ. ഒന്നാമത്തെ പോസിറ്റീവ് ഇതിലെ ഫിലോസഫിയാണ്. ലാസ്റ്റത്തെ ഒരു സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ വേറൊരു റേഞ്ചിൽ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയത്. പേഴ്സണലി എന്നെ വലുതായി നിരാശപ്പെടുത്തിയ ഒരു ചിത്രമാണെന്ന് പറയാൻ സാധിക്കില്ല മലൈക്കോട്ടെ വാലിബൻ. ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു വീഴ്ത്തിയും അതിന് ഇടയിൽ കൂടെ ബ്ലഡിനകത്ത് കൂടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു തരത്തിലും 1% പോലും ജസ്റ്റിഫൈ ചെയ്യാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ഇതിന് മാത്രം വൈരാഗ്യവും വിദ്വേഷവും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരു തരത്തിലും എനിക്ക് ആലോചിച്ച് മനസ്സിലാവുന്നു. എവിടെയോ എന്തോ ഒരു തകരാറും. ഇന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി, മറ്റേ കാണണ്ട എന്നൊന്നുമില്ല അതിനകത്ത്. അതിപ്പോ പ്രത്യേകം പറയാണ്ടോ? ബിക്കോസ് ചിലവർക്ക് ഇത് നാടകീയതയായി തോന്നാം. ഇവൻ എന്താണ് വെറുതെ ചിരിച്ചുകൊണ്ട് ഓടി നടക്കുന്നതെന്ന് തോന്നാം. അതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഓരോ എലമെന്റും ഏത് ഇൻഡസ്ട്രിയോടും കമ്പയർ ചെയ്യാവുന്ന തരത്തിൽ ഉള്ള അതിന് നിങ്ങൾ പണ്ടേ എടുക്കണാണല്ലോ വക്കീലെ, നിങ്ങൾ ജയിക്കണം. മലൈക്കോട്ടെ വാലിബനെതിരായ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്തിനാണെന്ന് അറിയില്ലെന്നാണ് ഇപ്പോൾ സംവിധായകൻ പറയുന്നത്. സിനിമ കണ്ട അഭിപ്രായം പറയണം. നമ്മൾ കാണാത്തൊരു ലാലേട്ടൻ ഒരു ഫാന്റസി ലോകത്തുള്ള ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. ഐ ലവ് ദ മൂവി. അപ്പോൾ നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ തന്നെ അഭിപ്രായവും നിഗമനവും ഒക്കെ നിങ്ങൾ വെക്കുക.